ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠനശേഷം 3 വർഷം വരെ സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് ഇത്ര അട്രാക്റ്റീവ് ആകുന്നത്? സ്റ്റുഡന്റ് സെന്റർഡ് അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ തന്നെയാണ് ന്യൂസിലൻഡിനെ ഇത്ര പോപ്പുലർ ആക്കുന്നത്. ഇതിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എലിജിബിലിറ്റി ഉള്ളവയായിരിക്കണം. കാരണം നിങ്ങളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഡ്യൂറേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സുകൾ അനുസരിച്ചിരിക്കും. 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 3 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എലിജിബിലിറ്റി ലഭിക്കും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ 1 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. പക്ഷേ ഈ കോഴ്സസ് ന്യൂസിലൻഡ് എമിഗ്രേഷൻ ഗ്രീൻ ലിസ്റ്റഡ് കോഴ്സസ് ആയിരിക്കണം. ലൈക്ക് IT, ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ടീച്ചിങ്, എഞ്ചിനീയറിംഗ്. മാസ്റ്റേഴ്സ് കോഴ്സസിനും 3 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എലിജിബിലിറ്റി ഉണ്ട്. ന്യൂസിലൻഡിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പഠനശേഷം വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ കോഴ്സസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ന്യൂസിലൻഡിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഈസി മൈഗ്രേറ്റ്.